മണിപ്പൂർ വീണ്ടും സംഘർഷഭൂമിയാകുന്നു എന്ന വിവരങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തുവരുന്നത്. മുഖ്യമന്ത്രിയുടെ വസതി ആക്രമിക്കാൻ ശ്രമം നടന്നു. ക്രിസ്തീയ ദേവാലയങ്ങൾക്ക് നേരെയും പ്രതിഷേധം നടക്കുകയാണ്. സംഘർഷഭൂമിയായി വീണ്ടും മാറുകയാണ് മണിപ്പൂരിൽ സംഘർഷം തുടരുന്നു. വിവിധയിടങ്ങളിൽ വീടുകൾക്കും ദേവാലയങ്ങൾക്കും നേരെ വ്യാപക ആക്രമണമുണ്ടായി. 5 ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് തീയിട്ടതായാണ് വിവരങ്ങൾ. കുക്കി വിഭാഗക്കാരുടെ 7 വീടുകളും അഗ്നിക്കിരയാക്കി. കുക്കികൾ തട്ടിക്കൊണ്ടുപോയ 6 പേരുടെ മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് സംഘർഷം രൂക്ഷമായിരിക്കുന്നത്. സുരക്ഷ കണക്കിലെടുത്ത് ഇംഫാൽ ടൗണിൽ കരസേനയും അസം റൈഫിൾസിനെയും വിന്യസിച്ചിട്ടുണ്ട്. ജിരിബാമിൽ ക്രിസ്തീയ ദേവാലയങ്ങൾക്ക് നേരെയും വ്യാപക ആക്രമണം ഉണ്ടായതായിട്ട് വിവരങ്ങൾ പുറത്തുവരുന്നു. 5 പള്ളികൾക്കും 6 വീടുകൾക്കും തീയിട്ടു. ICI ചർച്ച്, സാൽവേഷൻ ആർമി പള്ളി, EFCI പള്ളി എന്നിവ ആക്രമിച്ച പള്ളികളിൽ പെടുന്നതാണ് വിവരങ്ങൾ. അക്രമ സംഭവങ്ങൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിന്റെ പശ്ചാത്തലത്തിൽ മണിപ്പൂരിലെ 7 ജില്ലകളിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. അതേസമയം ജിരിബാമിൽ ക്രിസ്തീയ ദേവാലയങ്ങൾക്കെതിരെ വ്യാപക ആക്രമണം ഉണ്ടായതിൽ ആശങ്ക തുടരുകയാണ്. 5 പള്ളികളും 6 വീടുകൾക്കും തീയിട്ടു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള 6 പേരും കൊല്ലപ്പെട്ടതായി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയതിനെ തുടർന്ന് വീണ്ടും സ്ഥിതി സ്ഫോടനാത്മകമായിരിക്കുകയാണ്. 8 മാസം പ്രായമുള്ള കുഞ്ഞു ഉൾപ്പെടെയുള്ളവരുടെ കൊലപാതകത്തിലാണ് ജനക്കൂട്ടം ഇപ്പോൾ പ്രതിഷേധിച്ചിരിക്കുന്നത്. ഈ പ്രതിഷേധത്തെ തുടർന്ന് മുഖ്യമന്ത്രി ബീരൻ സിംഗിന്റെയും മറ്റു മന്ത്രിമാരുടെയും MLA-മാരുടെയും വീടുകൾ ആക്രമിച്ചു. കുക്കി വിഭാഗമായ മാർഗോത്രങ്ങളുടെ പള്ളികളായ ICI ചർച്ച്, സാൽവേഷൻ ആർമി പള്ളി, EFCI പള്ളി തുടങ്ങിയ പള്ളികളും ആക്രമിക്കപ്പെട്ടവയിൽ ഉൾപ്പെടുന്നുണ്ട്. കേന്ദ്രസേനയുടെ സാന്നിധ്യത്തിൽ നടന്ന ആക്രമണത്തിന് മെയ്തേയ് സായുധ സംഘങ്ങളാണ് നേതൃത്വം നൽകിയത് എന്നാണ് വിവരങ്ങൾ. പ്രതിഷേധക്കാർ ആക്രമിച്ചപ്പോൾ സുരക്ഷാ ജീവനക്കാർ കണ്ണീർ വാതകം പ്രയോഗിച്ചാണ് പ്രതിഷേധക്കാരെ പിരിച്ചുവിട്ടത്. ഈ സമയം മുഖ്യമന്ത്രി വസതിയിൽ ഇല്ലായിരുന്നു. മുഖ്യമന്ത്രിയും കുടുംബവും സുരക്ഷിതരാണ് എന്ന് ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. മണിപ്പൂരിലെ ജിരിബാം ജില്ലയിൽ നിന്നാണ് 6 മെയ്തേയ് വിഭാഗക്കാരെ കാണാതായത്. അവരുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയതിന് പിന്നാലെയാണ് സംഘർഷം കൂടിയിരിക്കുന്നത്. കൊലപാതകത്തിന് ഇരകളായവർക്ക് നേരത്തെ നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് മെയ്തേയ് വിഭാഗക്കാർ 2 മന്ത്രിമാരുടെയും 3 MLA-മാരുടെയും വീടുകൾ ആക്രമിച്ചിരുന്നു. കലാപം അടിച്ചമർത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സുരക്ഷാ സേനയോട് ആവശ്യപ്പെട്ടു. ഇംഫാൽ താഴ്വരയിൽ ഉൾപ്പെടെ 7 ജില്ലകളിലാണ് ഇന്റർനെറ്റ് നിരോധിച്ചിരിക്കുന്നത്. അനിശ്ചിതകാല കർഫ്യൂ ആണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മന്ത്രിമാരായ സുശീന്ദ്ര സിംഗ്, MLA-മാരായ സ്വപ്നം നിഷികാന്ത് സിംഗ്, RK ഇമോ എന്നിവരുടെ വീടുകൾക്ക് നേരെയാണ് ജനക്കൂട്ടം ആക്രമണം നടത്തിയത്. മുഖ്യമന്ത്രി ബീരൻ സിംഗിന്റെ മരുമകനാണ് RK ഇമോ. ജനപ്രതിനിധികളുടെ വീടുകൾ ആക്രമിച്ച് ജനക്കൂട്ടം ഫർണിച്ചർ ഉൾപ്പെടെയുള്ളവ തീയിട്ടു. മണിപ്പൂർ നദിയിൽ നിന്നാണ് 8 മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ കാണാതായ 6 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. തിങ്കളാഴ്ച സുരക്ഷാ സേനയുമായിട്ടുള്ള ഏറ്റുമുട്ടൽ നടന്നിരുന്നു. ആ ഏറ്റുമുട്ടലിൽ ആയുധധാരികളായ 10 കുക്കി പുരുഷന്മാർ കൊല്ലപ്പെട്ടു. അതിനെ തുടർന്നുണ്ടായ ആക്രമണത്തെ തുടർന്നാണ് 6 കുടുംബാംഗങ്ങളെ കാണാതായത്. സംസ്ഥാനത്തെ ജിരിബാം ജില്ലയിൽ കഴിഞ്ഞ ആഴ്ച കുക്കി ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 31-കാരിയായ ഹമാർ ഗ്രൂപ്പിലെ സ്ത്രീയെ ജീവനോടെ ചുട്ടുകൊന്നിരുന്നു. 6 പോലീസ് സ്റ്റേഷൻ പരിധികളിൽ വീണ്ടും ഏർപ്പെടുത്തിയ സായുധ സേനയ്ക്ക് അനിയന്ത്രിതമായ അധികാരം നൽകുന്ന വിവാദ നിയമമായ സായുധ സേന പ്രത്യേക അധികാരങ്ങൾ അല്ലെങ്കിൽ അഫ്സ്പ പുനഃപരിശോധിക്കാനും പിൻവലിക്കാനും മണിപ്പൂർ സർക്കാർ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇംഫാൽ വെസ്റ്റ് ജില്ലയിലെ സെക്ടായി PS ലാങ്സാങ്, PS ഇംഫാൽ ഈസ്റ്റിലെ ലാംലായ്, ബിഷ്ണുപൂരിലെ മൊയ്റാങ്, കാങ്പോക്സിയിലെ ലേഖാഖോങ്, ജിരിബാം ജില്ലയിലെ ജിരിബാം എന്നിവിടങ്ങളിൽ നവംബർ 14-ന് ആഭ്യന്തര മന്ത്രാലയം അഫ്സ്പ വീണ്ടും ഏർപ്പെടുത്തിയിരുന്നു. അധിക സുരക്ഷാ സേന അയക്കുകയും 2 സമുദായങ്ങളെ അക്രമാസക്തരായ അംഗങ്ങൾക്കെതിരെ ശക്തമായ നടപടി വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വ്യാപക ആക്രമണം തുടരവെ അഫ്സ്പ പിൻവലിക്കണമെന്ന് മണിപ്പൂർ സർക്കാർ ആവശ്യപ്പെടുകയാണ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മണിപ്പൂർ ആഭ്യന്തര ജോയിന്റ് സെക്രട്ടറി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്ക് കത്തയച്ചിട്ടുണ്ട്. അതിനിടെ സംസ്ഥാനത്തെ BJP-ക്കാരായ 19 മെയ്തേയ് MLA-മാർ രാജിവെക്കും എന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. മണിപ്പൂർ കലാപം വീണ്ടും പടരുകയാണ്. അയൽ സംസ്ഥാനമായ മിസോറാമിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമാധാനം വീണ്ടെടുക്കാൻ സുരക്ഷാ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. പ്രധാന കേസുകൾ ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറുമെന്നാണ് അറിയുന്നത്. കിംവദന്തികളിൽ വിശ്വസിക്കരുത്, സുരക്ഷാ ഉദ്യോഗസ്ഥരോട് സഹകരിക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെടുന്നു. സായുധ സേനകൾക്കുള്ള പ്രത്യേക അധികാര നിയമം അഫ്സ്പ പിൻവലിക്കണമെന്ന ആവശ്യം മാത്രമാണ് സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നത്. 6 പോലീസ് സ്റ്റേഷൻ പരിധികളിൽ പ്രാബല്യത്തിലാക്കിയ നിയമം പിൻവലിക്കണമെന്നാണ് ആവശ്യം. ഇക്കാര്യം ഉന്നയിച്ച് സംസ്ഥാന ആഭ്യന്തര ജോയിന്റ് സെക്രട്ടറി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്ക് കത്തയച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമാനസ്.